സംസ്ഥാന പോലീസ് അറിഞ്ഞില്ല. ഇഡി വന്ന് റെയ്ഡ് ചെയ്തിട്ട് പോയി. ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ പ്രതികളുടെ ലിസ്റ്റും തയ്യാറാക്കിയല്ലേ? അതെ, അത് വളരെ ഇ ഡിയുടെ ഒരു മിന്നൽ നീക്കമാണ്. നമ്മൾ ഓർക്കുന്നില്ലേ, പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടാൻ കേന്ദ്രം തീരുമാനിച്ചു. കൊച്ചിയിലെ നാവിക സേന വിമാനത്താവളത്തിൽ ഒരു സേനാ വിമാനം വന്നിറങ്ങുന്നു. അതിൽ CRPF ഭടന്മാരുണ്ട്. അവരെതിന് പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന CRPF ഭടന്മാർ. ഒറ്റ മലയാളി ഉണ്ടായിരുന്നുള്ളൂ. ഒരു മലയാളി ഉണ്ടായിരുന്നു. ആ മലയാളി ഓഫീസറോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനും അറിയില്ല. അവർ പറഞ്ഞു ബീഹാറിലൊക്കെ വളരെ ദൂരെയുള്ള ചില പോസ്റ്റുകളിൽ നിന്ന് 20 കിലോമീറ്റർ നടന്നു വന്ന് ഈ യൂണിറ്റിൽ ജോയിൻ ചെയ്തവരുണ്ട്. അത്ര ആസൂത്രിതമായിട്ടാണ് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള പാരാമിലിറ്ററി ട്രൂപ്പിനെ CRPFനെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. ആ എയർപോർട്ടിൽ നാവികസേനാ വിമാനത്താവളത്തിൽ ഇന്ത്യൻ ആർമിയുടെ വിമാനം അവിടെ കടന്നു. എല്ലാവരും കരുതി വിഴിഞ്ഞത്ത് സമരം നടക്കുകയാണ്. കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിഴിഞ്ഞം പോർട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി വന്നിരിക്കുന്ന CRPF ആണെന്ന് കരുതി. അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ നേരം വെളുക്കും മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളെ പൊക്കാനായിരുന്നു. അങ്ങനെ അങ്ങ് പൊക്കിക്കൊണ്ടുപോയി. കേരള പോലീസ് അറിഞ്ഞില്ല. കേരള പോലീസ് അറിഞ്ഞിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റൌഫ് ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോയത്. എല്ലാത്തിനെയും പൊക്കി നേരെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷമുള്ള ഓപ്പറേഷൻ പഴുതടച്ച് മുഴുവൻ ആളുകളെയും പൊക്കി നടന്നു. അതുപോലത്തെ ഒരു മിന്നൽ ഓപ്പറേഷനാണ് ED ഇന്നലെ നടത്തി. ED വരുന്നു എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. ED എപ്പോൾ തുടങ്ങുമ്പോൾ എവിടെ തുടങ്ങുമെന്ന് അറിയാൻ ആർക്കും പറ്റിയില്ല. കാരണം FIR ഇടുന്ന പോലെ ED ECIR എന്ന് പറയുന്ന അവരുടെ FIRന് തുല്യമായ ഡോക്യുമെൻറ്റ് തയ്യാറാക്കി. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളാരെങ്കിലും പ്രതിയായ FIRയുടെ കോപ്പി നമുക്ക് കിട്ടും. ECIR തയ്യാറാക്കിയാൽ അതിൻ്റെ കോപ്പി അതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവർക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്കറിയാം, സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തി 13 പേര് പ്രതികളാണ്. 13 പേരിൽ ഒരു പ്രതിയായ നമ്മുടെ പോലീസ് കമാൻഡർ അച്ഛനുണ്ടല്ലോ, അച്ഛനെ സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും തൊടാതിരുന്ന മഹാന്മാർ നയിക്കുന്ന സേനയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഹൈക്കോടതി വിമർശിച്ചു, സിംഗിൾ ബെഞ്ച് വിമർശിച്ചു, ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു, സുപ്രീം കോടതി വിമർശിച്ചു. എന്നിട്ടും തൊടില്ല എന്ന് പറഞ്ഞ് അവസാനം പിണറായിയുടെ മാനം കളയുന്ന തരത്തിലേക്ക് മാറിയപ്പോൾ പോയി ആശുപത്രിയിൽ പോയി തൊട്ടറസ്റ്റ്. പണ്ട് കള്ളനും പോലീസും വിളിക്കുന്നില്ല, അപ്പോൾ നമ്മൾ തൊട്ടറസ്റ്റ് എന്ന് പറയുമല്ലോ. അതിലൊരു തൊട്ടറസ്റ്റ് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ആശുപത്രി കിടക്കുകയാണ്. പുള്ളിക്ക് എൻ്റെ പക്ഷാഘാതമൊക്കെ വന്നെന്നാണ് പറയുന്നത്. കേരളമോദി പത്രത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷാഘാതം വന്നതിൻ്റെ തെളിവൊന്നുമില്ല, ഇത് ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ മകൻ കൊച്ചി പോലീസ് കമ്മീഷണറായിരുന്നു. ഈ സംഭവമൊക്കെ ഉണ്ടായതിന് ശേഷം അദ്ദേഹത്തെ കൊച്ചി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് മാറ്റുകയും ചെയ്തു. കുറച്ച് ദിവസം വരുന്നുള്ളൂ. കുറച്ച് ദിവസത്തെ കമ്മീഷണറായിട്ടിരുന്നു. എന്തിനാണോ കുറച്ച് ദിവസം കൊച്ചി പോലീസ് കമ്മീഷണറായിരുന്നതെന്ന് അറിയില്ല. കാരണം ഹൈക്കോടതിയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കൊച്ചി പോലീസ് കമ്മീഷണറായിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് ആരോ തീരുമാനിച്ചതിൻ്റെ ഭാഗമാണോന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. കാരണം ഇവിടെ കൊച്ചി പോലീസ് കമ്മീഷണർ ഇവിടെ ഇരുന്നിട്ട് ഹൈക്കോടതിയെ സ്വാധീനിക്കാൻ പറ്റുമോ? ഇതൊക്കെ വെറുതെ ആളുകൾ ഓരോ കഥയുണ്ടാക്കുന്നതാണ്. ഏതായാലും അപ്പോൾ ഈ 13 പേരിൽ ഒതുക്കി തന്ത്രിയെ പിടിച്ചകത്തിട്ടു. തന്ത്രിയാണ് സമസ്ത കുഴപ്പങ്ങൾക്കും കാരണം, തന്ത്രിയാണെന്ന് സ്ഥാപിച്ച് മന്ത്രി മുതലുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിനുവേണ്ടി അവർ 13 പേരെ പ്രതിയാക്കി. പക്ഷേ EDയുടെ മിന്നലാക്രമണം കഴിഞ്ഞപ്പോൾ EDയുടെ ലിസ്റ്റ് 13 പേരല്ല പ്രിയ, 35 പേരുണ്ട്. 35 പേരാണ് ED ഈ കേസിൽ സംശയത്തോടെ കാണുന്നവർ. അതിൽ പോറ്റി മുതൽ പിണറായി വരെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ECIRൻ്റെ കോപ്പി നമുക്ക് കിട്ടില്ല. കാരണം ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒത്താശയോടെയാണ് ഈ കൊള്ള നടന്നതെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് സൂപ്പർ ഹിറ്റായി കേരളത്തിൽ ഓടി ഒരു ഭരണമാറ്റത്തിൻ്റെ കളം വരെ ഒരുക്കിയത് ശബരിമല കൊള്ളയുടെ പേരിലാണ്. അതിൽ സംസ്ഥാന സർക്കാർ എന്ത് പങ്ക് വഹിച്ചു എന്നത് സംശയകരമാണ്. കാരണം ദേവസ്വം ബോർഡ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെ ഫയൽ ദേവസ്വം മന്ത്രിയുടെ മുമ്പാകെ എത്തും. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി ഇത് കണ്ടിട്ടുണ്ടെന്നിരിക്കെ മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. വളരെ വ്യാപകമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് സർക്കാർ ഭയപ്പെടുന്നുണ്ട്, CPM ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കടകംപള്ളിയെ രക്ഷിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ ആ ഒരു ആത്മീയ ആചാര്യനായ തന്ത്രിയെ പിടിച്ചകത്തോട്ടിടുമ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. തന്ത്രിയുടെ കേസ് വളരെ ദുർബലമാണെന്നേ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ അത് അനുജ്ഞ കൊടുത്തു. അത് സംബന്ധിച്ച് അനുജ്ഞയ്ക്കൊന്നും ഡോക്യുമെൻ്റൊന്നുമില്ല. ദേവഹിതം അതാണെന്ന് പറഞ്ഞാൽ അതാണ്. അത് തെളിയിക്കാൻ കോടതി കഴിയില്ല. അപ്പോൾ തന്ത്രിയുടെ വാക്കാണ് അവസാനത്തെ വാക്ക്. രണ്ടാമത്തെ വാജിവാഹനം തന്ത്രി വീട്ടിൽ കൊണ്ടുപോയതിനെ അതിശക്തമായി എതിർത്ത ഒരു മാധ്യമം പ്രവർത്തകനാണ്. അത് ശരിയായ നടപടിയല്ല. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലുണ്ടെന്ന ആദ്യത്തെ വീഡിയോ മലയാള മാധ്യമങ്ങളിൽ ആദ്യം ചെയ്തു ഞാനാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതിൻ്റെ ചിത്രം നമ്മൾ കണ്ടു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുക്കുന്നു. CPMൻ്റെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള രാഘവനൊപ്പം നിൽപ്പുണ്ട്. ഒപ്പം ഇത് ഹൈക്കോടതിയെ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടപടിക്രമങ്ങൾ പാലിച്ച് പരസ്യമായി കൈമാറിയതാണ്. തന്ത്രി എടുത്തുകൊണ്ട് പോയതല്ല. അപ്പോൾ അവിടെ തെഫ്റ്റ് ആരോപിക്കാൻ പറ്റില്ല.
പിന്നെ തന്ത്രി അത് വെച്ചത് ആചാരപരമായി ശരിയാണോ ഇല്ലയെന്നൊരു ചോദ്യമുണ്ട്. കാരണം ചില ഇതുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ പറയുന്നുണ്ട് തന്ത്രിക്ക് അങ്ങനെ വെക്കാം, തന്ത്രിമാരുടെ വീടുകളിലൊക്കെ വാഹനങ്ങൾ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നു. അത് ഒരു തർക്ക വിഷയമാണ്. തന്ത്രിമാരും തന്ത്രവിദ്യയിൽ പ്രാവീണ്യമുള്ള ആളുകൾ അതിൻ്റെ ശരി തെറ്റുകൾ തീരുമാനിക്കട്ടെ. പക്ഷേ എന്തായാലും ഹൈക്കോടതി അറിഞ്ഞ ഒരു നടപടിക്രമമാണ് വാജിവാഹനം കൊണ്ടുപോയിരിക്കുന്നത് എന്ന് വരുമ്പോൾ ആ തന്ത്രിയുടെ അറസ്റ്റിൻ്റെ ആ പോയിന്റും ദുർബലമാവുന്നുണ്ട്. പിന്നെ തന്ത്രിയെ മോഷണക്കുറ്റത്തിൽ പിന്നെ ചെയ്യാവുന്ന കാര്യം ഇവിടെ നടന്ന കളവിൽ ഗൂഢാലോചന 120B ചാർത്തിയിട്ട് വേണമെങ്കിൽ തന്ത്രിയെ പെടുത്താം. പക്ഷേ അത് തന്ത്രി അവരോട് പോയിരുന്ന് ഗൂഢാലോചന നടത്തിയെന്നൊക്കെ തെളിയിക്കേണ്ടി വരും. ഏതായാലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് തന്ത്രപൂർവ്വമാണ്. എന്തിനു വേണ്ടി? മന്ത്രിയിലെത്താതിരിക്കാനാണെന്ന് വളരെ വ്യക്തം. കാരണം ഹിന്ദുക്കൾക്ക് ഇനി നിങ്ങളുടെ തന്ത്രി തന്നെയല്ലേ ചെയ്തുമ്പോൾ നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടാകും, വിമർശിക്കാൻ ഒരു മടി ഉണ്ടാവും, ഒരു അറപ്പുണ്ടാവുമെന്ന് CPM കണക്ക് കൂട്ടുന്നത്. അങ്ങനെയൊന്നുമില്ല. തന്ത്രിയെ ഊടുപാട് ചീത്ത പറയുന്ന ഹിന്ദുക്കളുണ്ട്, തന്ത്രിയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. വിദ്യാസാഗർ ഗുരുമൂർത്തിയെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് ആ തന്ത്രിയുടെ നടപടി അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. തന്ത്രി എന്തിനാണ് ശബരിമല പോയിരിക്കുന്നത്? ഈ താഴമൺ തന്ത്രിമാർക്ക് 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ തന്ത്രമുണ്ടല്ലോ, എന്നിട്ട് എന്തിനാണ് അവിടെയൊന്നും പോകാതെ ശബരിമലയിൽ വന്നും സ്ഥിരമായിട്ട് മുറിയിലിരിക്കുന്നത് എന്നൊക്കെയുള്ള വ്യാപാര താല്പര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തന്ത്രിയുടെ അറസ്റ്റിലും ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ മേൽശാന്തിയെ കൂടി അങ്ങ് അറസ്റ്റ് ചെയ്തേക്കാം എന്നാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തീരണം, അവിടം കൊണ്ട് നിർത്തിക്കോണം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. SIT പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരൊറ്റ രാഷ്ട്രീയ പ്രവർത്തകനിലേക്കും ഇതെത്താൻ പാടില്ല എന്ന് പിണറായിയുടെ കർശന നിർദ്ദേശം SITക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ED വരുന്നത്. ED വന്നിട്ട് 35 വ്യക്തികളും 8 സ്ഥാപനങ്ങളും EDയുടെ ലിസ്റ്റിലുണ്ട്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നന്ദൻകോട് ഇരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കയറുന്നു. ആലോചിക്കണം, പ്രശാന്തിനെ തൊട്ടിട്ടില്ല. പ്രശാന്തിന് വലിയമായ ഗണ്യമായ പങ്കുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിന് ആളുകൾ ചോദിക്കുന്നുണ്ട്, പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് പ്രശാന്ത് എവിടെയാണ് താമസിച്ചത്, ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്, എങ്ങനെയാണ് അല്ലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ അതൊന്ന് ഉരച്ചപ്പോൾ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ ചില രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നൊക്കെ ജനം ചോദിക്കുന്നുണ്ട്. പക്ഷെ പ്രശാന്തനെയും കടകംപള്ളിയെയും വിളിച്ച് ചോദ്യം ചെയ്തു. അതിനപ്പുറത്ത് ഒരു പ്രൊസീഡിങ്സും പാടില്ല എന്ന് വിലക്കിയിരിക്കുമ്പോഴാണ് 35 പേരുടെ പട്ടിക 8 സ്ഥാപനങ്ങളുടെ ലിസ്റ്റുമായിട്ട് ED വരികയും ഇന്നലെ നന്ദൻകോട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്ക് EDയുടെ ഉദ്യോഗസ്ഥർ വരുന്നു. ഇത് നോക്കൂ, 110 ഉദ്യോഗസ്ഥർ കൊച്ചി, കോഴിക്കോട്, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിലായിട്ട് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. 25ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി എന്നാണ് പറയുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരുടെയും വീടുകളിലും ഫ്ലാറ്റുകളിലൊക്കെ ഇന്നലെ ED കയറി പരിശോധിച്ചു. 7:20 രാവിലെ 7:20 ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്, അതുപോലെ ഈ പ്രതികൾ സ്ഥാനത്ത് ചേർത്തിട്ടുള്ള ആളുകളുടെയൊക്കെ വീടിൻ്റെ മുന്നിൽ കേന്ദ്രസേനയുടെ യന്ത്രത്തോക്ക് പിടിച്ചിട്ടുള്ള കേന്ദ്ര സേനാംഗങ്ങളുടെ അകമ്പടിയോടെ ED വരുമ്പോഴാണ് ആളുകൾ ഞെട്ടുന്നത്. 7:20 ദേവസ്വം ബോർഡിൻ്റെ ഓഫീസ് പോലും തുറന്നിട്ടില്ല. അവിടെ ചാടി ഇറങ്ങിയ ഉദ്യോഗസ്ഥർ അകത്ത് കയറിയപ്പോൾ ലോക്ക് തുറന്നിട്ടില്ല. ആളെ വിളിച്ചു. അങ്ങനെ 9 മണി 9:20 ആയപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഓടിപ്പാഞ്ഞെത്തി തുറന്നു കൊടുത്തു. അപ്പോൾ നോക്കൂ, സംസ്ഥാനത്തെ ദേവസ്വങ്ങളുടെ ഭരണം നിയന്ത്രിക്കുന്ന പരമോന്നത വേദിയായ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഒരു കേന്ദ്ര ഏജൻസി തോക്കേന്തിയ അംഗരക്ഷകരുമായി വന്ന് കയറിയിരിക്കുന്നു. അപ്പോൾ വ്യാപകമായ റെയ്ഡ്. എനിക്ക് തോന്നുന്നു നടൻ ജയറാമൻ്റെ ഉൾപ്പെടെയുള്ള വീടുകളിലേക്കുള്ള റെയ്ഡ് നടന്നിട്ടില്ല എങ്കിൽ, കാരണം പൂർണ്ണമായ ലിസ്റ്റ് വന്നിട്ടില്ല, നടന്നിട്ടില്ല എങ്കിൽ അടുത്ത ദിവസം സംഭവിക്കും. ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമാണ്, ED കൃത്യമായി പോകുമ്പോൾ ഈ 35 വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. അവിടെ റെയ്ഡ് നടന്നാൽ മാത്രമേ ഇനി അവരെ പിടികൂടുമ്പോഴാണ് നമ്മൾ അറിയാൻ പോകുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ED അടുത്ത ദിവസം തന്നെ പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഏറ്റവും അടുത്ത ദിവസം, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഈ വാർത്ത എയർ ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കാം. കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ ED വിളിക്കും. ആ ചോദ്യം ചെയ്തതിൽ കഴിഞ്ഞിട്ട് കടകംപള്ളിയും PS പ്രശാന്തും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് വലിയൊരു ഗുരുതരമായ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഇപ്പോൾ കേരള പോലീസ് പിടിച്ചകത്തെടുത്തേ ഉള്ളൂ. 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരും. ഇപ്പോൾ പോറ്റിക്ക് വരെ ജാമ്യം കിട്ടുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതെ. പക്ഷേ EDയുടെ കാര്യത്തിൽ അങ്ങനെയില്ല. ED പിടിച്ചാൽ പിടിച്ചതാണ്. മാത്രമല്ല, ED പിടിച്ചാൽ ED ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു, എന്തുകൊണ്ടോ നമ്മുടെ പ്രേക്ഷകർ അത് ഗൗരവത്തിൽ കണ്ടില്ല. കാരണം നമ്മൾ ഡൽഹി സ്ഫോടനം നടത്തിയ ഡോക്ടർമാരുണ്ടല്ലോ, യമഡോക്ടർമാർ, അവരുടെ പ്രധാനപ്പെട്ട ആസ്ഥാനമായിരുന്ന അൽഫലാഹ് യൂണിവേഴ്സിറ്റി ED റെയ്ഡ് ചെയ്തു. ED കേസെടുത്തത് കണ്ടുകെട്ടി ജപ്തി ചെയ്തു. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം മൂടി വെച്ചൊരു വാർത്തയാണ്. നമ്മുടെ പ്രേക്ഷകരോട് നമ്മളത് പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രേക്ഷകരും അതങ്ങ് കണ്ടില്ല. കാരണം അത് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ED ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയുടെ അസറ്റുകൾ ED ജപ്തി ചെയ്യുകയാണ്. ഇപ്പോൾ
ഈ കേസിലെ പ്രതികളെ തേടി ED ചെല്ലുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ED അവരെ ജയിലിലടക്കുക മാത്രമല്ല, അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടും. അത് ഈ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ആണല്ലോ മോഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ED ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഈ വസ്തുവകകൾ കണ്ടുകെട്ടിയിട്ട് അത് വിറ്റ് ആ കാശ് ആർക്ക് കൊടുക്കും? ബാധിക്കപ്പെട്ടു. ഇവിടെ ബാധിക്കപ്പെട്ടിരുന്ന അയ്യപ്പനാണ്. അപ്പോൾ അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടി മോദിയുടെ ED വന്നിരിക്കുന്നു. അപ്പോൾ ED വന്നാൽ ഉറപ്പാണ് ഈ ഇത്തവണ ED തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മനഃപൂർവ്വം EDയെ കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായി വന്ന EDയെ കൊണ്ടുവന്നതാണ്. ഇത്തവണ പിണറായിയെ പൂട്ടണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് കേരളത്തിലെ അതിശക്തനായ ഒരാൾ EDയെ കൊണ്ടുവന്നതാണ്. അതിൻ്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്, പ്ലാനിംഗ് ഉണ്ട്. അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനം കുറിക്കുക എന്നത് പദ്ധതിയോടെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ED കൊണ്ടുവന്നത്. ആരാണെന്നറിയാമോ? ശബരിമല അയ്യപ്പൻ തീരുമാനിച്ചു ഇത്തവണ. കുറേ പ്രാവശ്യം EDയൊക്കെ വന്നപ്പോൾ രാഷ്ട്രീയം എന്നൊക്കെ പറയും. ഇത്തവണ EDയെ കൊണ്ടുവന്നത് രാജീവ് ചന്ദ്രശേഖരാണെന്നോ കെ സുരേന്ദ്രനാണെന്നോ വി മുരളീധരനാണെന്നോ അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദിയാണെന്നോ പറയാൻ പറ്റില്ല. കാരണം അയ്യപ്പൻ കൊണ്ടുവന്ന ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോഴാണല്ലോ ഈ സാധനം ഇവിടെ പൊങ്ങി വന്നത്, അല്ലേ? ആദ്യം നമ്മുടെ പോറ്റി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായ ഈ പോറ്റി പറഞ്ഞു കൊടുക്കുന്നത് അത് പീഠം എന്ന് പറഞ്ഞാൽ അതൊരു പീഠം കാണാനില്ലെന്നാണ് ഇത് പറഞ്ഞത്. ഈ ദ്വാരപാലക ശില്പം ഉറപ്പിച്ചത് പീഠം കാണാനില്ലായിരുന്നു. ഉടനെ വേറൊരാളെന്നുണ്ട് അയ്യോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായിരുന്നു, സഹോദരിയുടെ വീട്ടിലുണ്ട്, അവിടുന്ന് മാറ്റി അവർ വാർത്ത കണ്ട് പേടിച്ചു പോയി, പീഠം തിരിച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് നിഷ്കളങ്കമായ കളിയായിരുന്നു. അവിടെ നിന്നാണ് വളർന്നത്. ഇപ്പോൾ ISROയുടെ റിപ്പോർട്ട് വന്നില്ലേ, അത് കൃത്യമായി ഇത് മാറ്റിയിരിക്കുന്നു. പണ്ടേ ശബരിമലയിലെ മാറ്റിയിട്ട് രണ്ടാമത് ഈ സ്വർണം പൂശാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഒറിജിനൽ സ്ഥാനം കടൽ കടന്നു പോയി. അപ്പോൾ ഈ ഇവരൊക്കെ പറയുന്നത് പോലെ സ്റ്റേറ്റ് പോലീസ് എന്താ പറയുന്നത്, ഇതങ്ങോട്ട് ഉരുക്കി സ്വർണ്ണമാക്കി എടുത്തു. അല്ലെന്ന്, ഇത് ആരെ പറ്റിക്കാൻ? ഉരുക്കി സ്വർണ്ണമാക്കി എടുത്തിട്ടില്ല. ശബരിമലയിലെ ഒരു ദ്വാരപാലക ശില്പവും ഉരുക്കിയിട്ടില്ല. ഇത് പല സ്ഥലത്തും ദുബായിലെ ഒരു പ്രമുഖൻ്റെ വീട്ടിൽ ഒരു ശില്പം ഉണ്ടെന്നാണ് പറയുന്നത്. ആസിറ്റീസ്. കാരണം പിന്നെ ഇത് അത് വേറെ സ്ഥലത്തേക്ക് വിഗ്രഹ കള്ളക്കടത്ത് നടത്തി മറിച്ചു വിറ്റു എന്നും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത്രയും സ്വർണ്ണമാക്കി മാറ്റി. കാരണം എന്നിട്ട് ഇത്രയും സ്വർണ്ണം കണ്ടെടുത്താൽ മതിയല്ലോ. ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്ന് കുറേ സ്വർണം പിടിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു അത് ഉരുക്കി ഉണ്ടാക്കിയതാണ്, അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല സാർ, ഇത് വിഗ്രഹം ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പാളിയും മറ്റ് സ്വർണ്ണത്തിൽ ഉണ്ടാക്കി കൊടുത്ത രൂപങ്ങളുമൊക്കെ അത് പടി കടൽ കടന്ന് പോയിട്ടുണ്ട്. ഹൈക്കോടതിക്ക് അറിയാതെ. അതുകൊണ്ടാണ് സുഭാഷ് കപൂർ മോഡലുള്ള സംഭവമാണെന്ന് പറഞ്ഞാൽ അല്ലെ, സ്വർണം തിരിച്ച് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു അമൂല്യമായ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം ഉരുക്കി കട്ടുകൊണ്ട് പോയിട്ട് അതിൻ്റെ തുല്യമായ സ്വർണം തരാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? സ്വർണ്ണം അല്ലല്ലോ അതിൻ്റെ വില, സ്വർണത്തിൻ്റെ വിലയല്ല ഉള്ളത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായി, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് PS പ്രസാദും കടകംപള്ളി സുരേന്ദ്രനും കേരളത്തിലെ ഏതെങ്കിലും ജയിലിലുണ്ടാകും. ED തീരുമാനിച്ചുറച്ചിരിക്കുന്നു. നമുക്കിനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കേരളം കാത്തിരിക്കുന്ന ആ വാർത്ത ഉടനുണ്ടാവും. കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തും അറസ്റ്റിലേക്കാണ്. അതേതു നിമിഷവും സംഭവിക്കാം. കേരള പോലീസും പിണറായി വിജയനും രക്ഷിക്കാൻ നോക്കിയ രണ്ട് പ്രധാനപ്പെട്ടവർ, CPMൻ്റെ മുഖം, അവശേഷിക്കുന്ന മുഖം കൂടി വികൃതമാക്കുന്ന തരത്തിലുള്ള അതിശക്തമായ പ്രഹരം കൊടുത്തുകൊണ്ട് കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ആദ്യം വളരെ ഉത്തരവാദിത്തോടുകൂടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾ, 24 മണിക്കൂറാണല്ലോ ഒരു ദിവസം, ഏതാനും മണിക്കൂറുകൾ, 1-2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാർത്ത കേൾക്കാനാകും. ഒരു പക്ഷേ അത് ആദ്യം ബ്രേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ഞങ്ങളിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു, കടകംപള്ളിയും PS പ്രശാന്തും ജയിലിലേക്കാണ്. കേരള പോലീസല്ല, ED ആണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകൾ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിർഭയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാവണം. നമ്മുടെ ചാനലിൻ്റെ ലോഗോ IND എന്ന് കാണുന്ന ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ പേജിലേക്ക് പോകാം. അവിടെ കാണുന്ന ബ്ലൂ ബാറിൽ സബ്സ്ക്രൈബ് എന്ന് കാണിക്കുന്നിടത്ത് ഒന്ന് വിരലമർത്തിയാൽ മതി. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണയായി അത് മാറും.